ഹലോ എവരി വൺ, എല്ലാവർക്കും മദർ പി എസ് സിയിലേക്ക് സ്വാഗതം. ലോകത്ത് പല കാര്യങ്ങളും പലർക്കും പല വിധത്തിലായിരിക്കും അല്ലേ? എന്നാൽ എല്ലാവർക്കും ഒരുപോലെയുള്ള ഒന്നാണ് സമയം. അതിപ്പോൾ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഏത് രീതിയിലുള്ളവനായാലും സമയം എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. അത് നന്നായി വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത്. സമയമില്ല, ഒരു വീട്ടമ്മയോ ഒരു ജോലിക്കാരിയോ ആണെന്ന രീതിയിൽ സമയമില്ല എന്ന് കരുതി PSC പഠിക്കാൻ വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? പണ്ട് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന പോലെ കുറേ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചിരിക്കുവാണോ? നമ്മളിന്നൊരു പക്ഷേ ഒരു വീട്ടമ്മയോ ജോലിക്ക് പോകുന്നവരോ ആയിരിക്കാം എന്ന് കരുതി നമ്മളുടെ സ്വപ്നങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെക്കണോ? നമ്മുടെ ഒരു നല്ല നാളേക്കും നമ്മളുടെ മക്കളുടെ ഭാവിക്കും വേണ്ടി തണലാവുന്ന ഒന്നാണ് ഗവൺമെൻറ് ജോലി അല്ലേ? ആ കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും തുല്യമായി കിട്ടുന്നതാണ് സമയം. എന്നിട്ടും മറ്റുള്ളവർ ആ സമയം ഉപയോഗിച്ച് നേടുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? അതെ, നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റാണ് നമ്മുടെ പ്രധാന വില്ലനായി വരുന്നത്. സാധാരണ നമ്മളൊരു PSC പഠനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സിലബസ് പ്രിൻ്റ് എടുക്കുന്നു, പഠിക്കാൻ ആരംഭിക്കുന്നു അല്ലേ? എന്നാൽ മറ്റുള്ളവർ പഠിക്കുന്നതും കുറച്ചൊരു വ്യത്യാസം വീട്ടമ്മയും ജോലിക്കാരുമായ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? സിലബസ് പ്രിൻ്റ് എടുത്ത് പഠനം തുടങ്ങുന്നതിന് മുൻപ് ചില പ്ലാനിങ്ങുകൾ നമുക്ക് ആവശ്യമാണ്, ചില മുന്നൊരുക്കങ്ങൾ. അത് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. സിലബസും ന്യൂ പാറ്റേൺസും PSC ട്രെൻഡ്സും എല്ലാം നമുക്കറിയാം. അതൊന്നും അറിയാനിട്ടല്ല. പ്ലാനിങ് ഇല്ലാത്ത ചില എടുത്തുചാട്ടങ്ങളാണ് ഇടയ്ക്ക് നമ്മളെ വീഴ്ത്തിയത്. അത് ഇനി പാടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ഒരു ദിവസം ഇപ്പോൾ എങ്ങനെയാണ്, അത് നമ്മളൊരു ബുക്കിൽ എഴുതി നോക്കുക. ഇനി ഒരു ദിവസം എങ്ങനെയായിരിക്കണം, അതായത് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതും നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് സമയം വിനിയോഗിക്കുന്നത്, എവിടേക്കാണ് നമ്മുടെ സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ നമുക്ക് സമയം സേവ് ചെയ്യാം, ആ സമയത്തൊക്കെ പഠിക്കാൻ വെക്കാൻ പറ്റുന്ന സമയം ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം? ജോലിക്ക് പോകുന്ന സമയം നമുക്കറിയാം, തിരിച്ചു വരുന്നത്. അപ്പോൾ അതിന് മുൻപേ നമുക്ക് എത്ര സമയം നമ്മുടെ വീട്ടിൽ നമ്മളായിരിക്കുന്നു അത് നമ്മളൊന്ന് എഴുതി നോക്കുക. ഉദാഹരണത്തിന് ഞാനിവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ എനിക്ക് ഒരു 9 മണി 9:10 വീട്ടിൽ നിന്ന് പോയാൽ മതി. തിരിച്ച് ഞാനൊരു 4:15 ഉള്ളിൽ വീട്ടിലെത്തും. മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വൈകുന്നേരം 4:15 ഞാൻ എത്തി ഉറങ്ങുന്നത് വരെ എത്ര സമയമുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ രാവിലെ പോകുന്നതിന് മുൻപ് നമ്മൾ ഉണർന്നതിന് ശേഷം പോകുന്നത് വരെ എത്ര സമയം നമുക്ക് വീട്ടിൽ കിട്ടും, അതുമൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആകെ കിട്ടിയ ആ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് നമുക്ക് വീട് ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും വാഷിങ്ങിനും പിന്നെ നമ്മളെ മക്കളെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സമയം ആവശ്യമുണ്ടല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമുക്ക് പഠിക്കാനൊരു സമയം നമ്മൾ അതിൽ നിന്നും നമ്മൾ കണ്ടെത്തുക. ചിലപ്പോൾ കുറച്ച് നാൾ നമ്മളുടെ ഉറക്കത്തിനൊരു
സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ഒരിക്കലും തയ്യാറാക്കരുത്. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും. അപ്പോൾ കൃത്യമായൊരു ഹെൽത്തി പ്ലാനിങ് തയ്യാറാക്കുക. അതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളൊരു അമ്മയായതുകൊണ്ട് തന്നെ മക്കളുടെ പഠനത്തിനും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ കൃത്യമായൊരു സമയം അസൈൻ ചെയ്യുക. പിന്നെ നമ്മളുടെ കുട്ടികളെയും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അവരുടെ പുസ്തകം അറേഞ്ച് ചെയ്യാൻ, പിന്നെ യൂണിഫോംസ് അറേഞ്ച് ചെയ്യാൻ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ വീട്ടുപണികൾ, വീട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രസ്സ് മടക്കി വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അവർക്കും നല്ലൊരു മാറ്റം ഉണ്ടാവും. നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുറച്ച് സമയം നമുക്ക് നേടാൻ വേണ്ടി പറ്റും. ഇനി നമ്മളെ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് മീൽ പ്ലാനിങ്. മീൽ പ്ലാനിങ്ങും പി എസ് സിയുമായിട്ട് എന്ത് ബന്ധം? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? വളരെയേറെ ബന്ധമുണ്ട്. കാരണം നമ്മളൊരു വീട്ടമ്മയും ഒരു അമ്മയും ജോലിക്ക് പോകുന്നവരൊക്കെയാണ്. നമ്മുടെ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെ ഫാമിലിക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? നമ്മൾ വീട്ടിലെ ഒരു പ്രധാന ആളാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതും വളരെ പ്രധാനം, നമ്മുടെ ഹെൽത്തിന് വളരെയേറെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു മീൽ പ്ലാൻ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ ചെക്ക് ചെയ്യാനും പ്രിപ്പ് ചെയ്യാനും കുക്കിങ്ങിനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, അതില്ലല്ലോ ഇതില്ലല്ലോ അങ്ങനത്തെ ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് വേറെ ഒരു ടെൻഷൻസും നമ്മുടെ പഠനത്തിലേക്ക് കൊടുക്കേണ്ട. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുക. പിന്നെ ഈ മീൽ പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ എല്ലാം കൂടെ, അതായത് സ്പെഷ്യൽ ഡേയ്സിൽ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്, അപ്പോൾ എല്ലാവരുടെയും ഫാമിലിയിലെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് അവർക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൽ പ്ലാനിങ് കൂടി എല്ലാവരും ചെയ്തു വെക്കുക. അപ്പോൾ നമ്മളുടെ 2 കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നമ്മൾ ടൈമെല്ലാം സെറ്റ് ചെയ്തു, മീൽ പ്ലാനിങ് ചെയ്തു. ഇനിയിപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു പകുതിയോളമായി, നമ്മളുടെ പ്രിപ്പറേഷൻ പകുതിയായി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എത്രത്തോളം സമയം എനിക്ക് ലഭിക്കുന്നുണ്ട് പഠിക്കാൻ. അപ്പോൾ ചിലപ്പോൾ അത് ഓരോരുത്തരുടെ അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. അത് കൂടുതലാണോ കുറവാണെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എത്രമാത്രം സമയം നമുക്ക് കിട്ടുന്നു എന്നുള്ളതിലല്ല, നമ്മളതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. നമുക്ക് ഒത്തിരിയേറെ സമയം ലഭിച്ചിരുന്ന സമയമുണ്ട്. അപ്പോഴൊന്നും നമ്മളിത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ പഠിക്കുകയോ ചെയ്തിരുന്നില്ല, അല്ലേ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ കിട്ടിയ സമയത്തിന് അനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് സമയം കുറവാണെന്ന് പരിതപിക്കാതെ ഇപ്പോൾ ഉള്ള സമയത്തെ നന്നായി പ്രയോജനപ്പെടുത്തുക. നമ്മൾ കൂടുതൽ റിവിഷൻ ചെയ്യാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിലാണ് കാര്യം. അതുകൊണ്ട് റിവിഷന് വളരെയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് മുതൽ നമുക്കൊന്നിച്ച് നമ്മുടെ പഠനം തുടങ്ങാം. 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്കൊന്നിച്ച് പഠനം തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കുന്ന ഒരു സ്ട്രാറ്റജി, എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജി ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യാണ്. ആദ്യം തന്നെ നമുക്ക് 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യണം. അതെല്ലാം നമ്മൾ പഠിക്കണം. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിക്കുക, അതിൻ്റെ അനുബന്ധങ്ങളും പഠിക്കുക. പിന്നെ SCERT, ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂട്ടത്തിൽ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ കൂടുന്ന കൂട്ടുകാരൊക്കെ നാളെ മുതൽ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. പഠനം തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നിങ്ങളുടെ ടൈം ഒന്ന് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാവും. ജീവിതത്തിൽ ഒരു ചിട്ടയൊക്കെ കൊണ്ടുവരാനും അത് സഹായിക്കും. മീൽ പ്ലാനിങ്ങും ചെയ്ത് പിന്നെ സിലബസ് നമുക്ക് പ്രിൻ്റ് എടുത്ത് വെക്കണം. ഈ ബുക്കിൻ്റെ ആദ്യത്തിൽ സിലബസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. അതായത് നമുക്ക് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്.
അതിനകത്ത് ഇത് കുറച്ച് പഴയ പുസ്തകമാണ്, എന്നാലും സിലബസിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. 10 മാർക്ക് വെച്ചിട്ടാണ് എല്ലാത്തിനും നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ അല്ലേ. GK പോർഷൻസിന് 60 മാർക്കാണ് മൊത്തത്തിൽ വരുന്നത്. അതിനകത്ത് സയൻസ് ടോപ്പിക്സിന് 20 മാർക്ക്, പിന്നീട് മാത്സിന് 20 മാർക്ക്. അപ്പോൾ നമ്മളുടെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസാണ് ഇവിടെ നമുക്ക് 10th പ്രിലിംസിനായിട്ടുള്ളത്. സിലബസ് ഞാൻ വേറൊരു വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം, ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് മുന്നേറാം. ഓക്കേ, താങ്ക് യു.